പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ മനീഷ് മനീഷ ചന്ദ്ര പിന്നെ കൊയിലാള ഉസ്താദ് വന്നാട്ടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം ഉസ്താദ്. क्या नजारा है, क्या माल है यार. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി, ഒരുപാട് ഒരുപാട് ഇഷ്ടായി. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇപ്പൊ വീണേനെ. ഇത് നിന്റെ ലക്കി കൂപ്പണല്ലേ? ഇത് ഏത് മാളത്തിൽ ഒളിച്ചിരുന്നു? എടാ ലൂസായി ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് അഴിഞ്ഞ് താഴെ വീഴും. അതിനല്ലടാ നമ്മൾ ജീവിക്കണേ. ഇങ്ങനെ ഒരു മരമണ്ട. നല്ല ബോഡി ഷേപ്പ്. അല്ല, ഈ എക്സസൈസ് ചെയ്യുന്നുണ്ട്. മേനി മൊത്തത്തിലൊന്ന് നോക്കണം. നോക്കണല്ലോ. കൊറേ നേരമല്ലോ തുടങ്ങിയിട്ട്. എന്ത് കാണാനാ? ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയാ. ഓഹോ, അപ്പൊ പെണ്ണുങ്ങളുടെ ഭംഗി കാണാൻ ഇറങ്ങിയതാണല്ലേ? നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലടാ. ഇതുപോലൊരു മുതലിനെ ഞാൻ ആദ്യമായിട്ട് കാണണ. എന്തോടാ പറഞ്ഞേ? നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്ക പിടിച്ച് സുഖിച്ചിരുന്നോടാ. അതവിടെ വെച്ചേ. അതവിടെ വെക്കാനല്ലേ പറഞ്ഞേ? ഓറഞ്ച് അല്ലേ? മരങ്ങോടൻ കൊണ്ടുപോയി തിന്നെ. നിന്നെയൊക്കെ ഉണ്ടാക്കിയ സാറിന് വട ഇഷ്ടമാണെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ, ഞാൻ എന്റെ വട തരില്ലേ. മിസ്സിന്റെ വീട് എവിടെയാ? വടകര. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം. മിനിമം ഒരു 500 ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടനെ. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവും അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. എന്താണ് കിണിക്കുന്നത്? അയ്യോ, എന്താ ഇത്? ഏത്? ഇത്രയും വേണ്ടായിരുന്നു. അല്ല ബാലകൃഷ്ണ, നല്ല മലഞ്ചേർക്ക് വണ്ടി വരണ പോലെ ഉണ്ടല്ലോടാ. വലിയ കുഴപ്പമില്ലാന്നേ ഉള്ളൂ. അത് നിന്റെ മനസ്സിലാ ബോംബെക്കാരികൾ പറഞ്ഞോണ്ടാ. ആദ്യം കണ്ടപ്പോ ഒന്നും പറയണ്ട. ഉള്ളില് കോരിപ്പോയി. അങ്ങോട്ട് പോവാ. വേണ്ട വേണ്ട, എനിക്ക് നിന്നെ പോലെ ഈ കാര്യത്തിൽ ആക്രാന്തമില്ല. ഇങ്ങനെ കാണുന്നതാണ് എന്റെ ഒരു സുഖം. ചാക്കിട്ട് പിടിക്കാൻ ഇവിടെ കമ്പനികൾ മത്സരമാണ്. ഒരുത്തിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പിന്നെ ചക്കരക്കുടത്തിൽ കൈയിട്ട നക്കണമെന്ന് പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്കണം. ആണല്ലേ? എല്ലാവർക്കും എന്നെ മതി. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഇങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും. നല്ല തറവാട്ടുകാരാ, ദാനധർമ്മികളാ. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്.
ഈശോയെ ഒന്ന് അടച്ചു വെക്കണ്ടായിരുന്നോരെ ആശ്രയിരിക്കണ പോലെയല്ല വായി തുറന്നിരിക്കണത്.